കണ്ണീയുറങ്ങുറങ്ങ് പൊന്നോമന കുഞ്ഞേയുറങ്ങുറങ്ങ് കണ്ണനെ കണ്ടു ചിരിച്ചും കൊണ്ടോ മനമുത്തുറങ്ങ് താമരത്തുമ്പിയായി പറന്നോടാനാലിലെ കുഞ്ഞുറങ്ങ് സൂര്യനും ചന്ദ്രനും പോൽ ഉറങ്ങുറങ്ങാരോ. ഇന്നലത്തെ ബിഗ് ബോസ് വീക്കെൻഡ് എപ്പിസോഡിൽ ഇതുപോലൊരു പാട്ടിന്റെ കുറവുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. നമ്മൾ പ്രമോയിൽ കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാലേട്ടൻ അങ്ങോട്ട് കത്തിക്കേറുമായിരിക്കാം, പക്ഷേ പ്രമോ ഈസ് നോട്ട് എ പ്രോമിസ് എന്ന് വീണ്ടും 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 ബിഗ് ബോസ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നെവിനെതിരെ ഒരു ആക്ഷൻ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞെങ്കിലും പ്രത്യേകിച്ച് ഒരു ആക്ഷൻ ഉണ്ടായില്ല. അവസാനം പറഞ്ഞു വെച്ചത് നെവിൻ ഈ ആഴ്ച പുറത്ത് പോയില്ലെങ്കിൽ ബാക്കി ഞാൻ അപ്പോൾ പറയാമെന്ന് പറഞ്ഞു. നെവിൻ പുറത്ത് പോയിട്ടില്ലെങ്കിൽ എന്താ ചെയ്യാൻ പോകുന്നത്? ഒന്നുകിൽ അടുത്ത വീക്ക് നോമിനേഷനിലേക്ക് ഇടുമായിരിക്കും, ഡയറക്റ്റ് നോമിനേഷനിലായിരിക്കും. അതല്ലെങ്കിൽ മറ്റെന്താ, പണപ്പെട്ടി ടാസ്ക്കാണ് ഇനി വരാനുള്ളത്. ആ പണപ്പെട്ടി എടുക്കാൻ പറ്റില്ല എന്നുള്ള പണിഷ്മെൻറ്റ് കൊടുക്കുമായിരിക്കും. അതിനപ്പുറം എവിക്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല. ചെയ്താൽ നല്ലത്. കാരണം ഇത്രയും തോന്നിയവാസങ്ങൾ കാണിച്ചു വെച്ചിട്ട് പിന്നെയും ആ കണ്ടസ്റ്റൻറ്റിനെ അവിടെ പിടിച്ചു നിർത്തുക എന്ന് പറയുന്നത് അത് ഫെയർ ആയിട്ടൊരു കാര്യമല്ല. പിന്നെ ഇന്നലത്തെ എപ്പിസോഡിനകത്ത് ഒരുപാടൊന്നും സംസാരിക്കാനില്ല. ഓരോ ആൾക്കാരോട് നെവിൻ്റെ വിഷയത്തെക്കുറിച്ച് തന്നെ ഏകദേശം ഒരു 3/4 മണിക്കൂറോളം നെവിൻ്റെ വിഷയം തന്നെയാണ് ഇന്നലത്തെ ചർച്ച നടന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നൂറയ്ക്ക് ഈ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് വിൻ ചെയ്തതിൻ്റെ ഒരു കാർഡ് പീസ് പോലെ ഒരു സാധനം കൊടുത്തതും അതൊരു മൊമെൻ്റ് പോലെ അത് കൊടുത്തതും നൂറയെ കൺഗ്രാറ്റ്സ് ചെയ്തതും പിന്നെ എവിക്ഷൻ നാളത്തേക്ക് മാറ്റി എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ്റെ വഴിക്ക് പോവുകയും ചെയ്തു. എനിക്ക് ദേഷ്യം വന്നൊരു കാര്യം അനുമോളുടെ ഒരു ആക്ടാണ്. എന്താണ് ഈ കുട്ടി ഒരു കാര്യം പറഞ്ഞ് ഫലിപ്പിക്കാൻ ഈ കുട്ടിക്ക് പറ്റുന്നില്ല. അവിടെ ലാലേട്ടൻ വരുമ്പോൾ മാത്രം. എന്നാൽ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ വായി തോന്നിയൊക്കെ വിളിച്ച് പറയുന്നുണ്ട്, നിൻ്റെ വീട്ടിൽ പോയി പറ, അത് ചെയ്യ് ഇത് ചെയ്യ് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. പക്ഷെ ലാലേട്ടൻ്റെ മുമ്പിൽ പതറിപ്പോവാണ്. ഇന്നലെ എന്തൊക്കെ പോയിന്റ്സ് നെവിനെതിരെ സംസാരിക്കാൻ പറ്റുമായിരുന്നു. പുറകെ നടന്ന് സിഗരറ്റ് വലിച്ച വായ കൊണ്ട് പുറകെ നടന്ന് സംസാരിക്കാൻ ശ്രമിക്കുന്നത്, അത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടും പിന്നെയും പ്രൊവോക്ക് ചെയ്യുന്നത്, ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു നെവിനെതിരെ സംസാരിക്കാൻ. അതിനകത്ത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു അനീഷും ആദിലയും ഇല്ലായിരുന്നുവെങ്കിൽ അനുമോളെ ആയിരിക്കും ഇന്നലെ വറുത്ത് കോരുന്നത്. അനീഷും ആദിലയും കട്ടയ്ക്ക് നെവിനെതിരെ സംസാരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ക്യാപ്റ്റന്മാർക്കെതിരെ സംസാരിച്ചുകൊണ്ട് മാത്രമാണ് ഒരു അയഞ്ഞ മട്ടിൽ സംസാരിച്ചു പോയത് അനുമോളോട്. അതിന് പലരും പുറത്ത് വീഡിയോ ചെയ്യുന്നത് അനുമോളെ വൈറ്റ് വാഷ് ചെയ്യുന്ന എപ്പിസോഡായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ്. കഴിഞ്ഞ ആഴ്ച അവർ പറഞ്ഞുകൊണ്ടിരുന്നത് അനുമോൾക്കെതിരെ സംസാരിക്കുന്നു, മറ്റവരെ വൈറ്റ് വാഷ് ചെയ്യുന്നു. അപ്പോൾ ഇന്നലെ ശരിക്കും ലാലേട്ടൻ പോയിന്റ്സ് പറഞ്ഞു, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ പറഞ്ഞ രീതി മുൻ എപ്പിസോഡുകളിൽ ഷാനവാസിനോടായിക്കോട്ടെ അല്ലെങ്കിൽ അനുമോളോടായിക്കോട്ടെ അവരെന്തെങ്കിലും ചെറിയ തെറ്റുകൾ ചെയ്താൽ പോലും ഷൗട്ട് ചെയ്യുന്ന ലാലേട്ടൻ നെവിനോട് ചെയ്തത് എന്താണ്? അവിടെ ഒരു ഷൗട്ടിങ് എനിക്ക് ഫീൽ ചെയ്തില്ല. വിളിച്ചെഴുന്നേൽപ്പിക്കുന്നു, നെവിൻ എന്താ അങ്ങനെ ചെയ്തത്, നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇങ്ങോട്ട് പോരൂ, ഇതെല്ലാവരുടെയും പറയുന്ന കാര്യങ്ങളാണ്, ഇങ്ങോട്ട് പോരൂ, നിങ്ങൾക്കതിന് ആക്ഷൻ എടുക്കാൻ എനിക്ക് റൈറ്റ് ഉണ്ട്, എന്തുകൊണ്ട് എടുത്തില്ല. ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞിട്ട് ഞാൻ അതേക്കുറിച്ച് സംസാരിക്കുന്നുള്ളൂ. കാരണം ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. അപ്പോൾ ആക്ഷൻ ഇതുവരെ എടുത്തിട്ടില്ല. അതായത് ഇന്നലത്തെ എപ്പിസോഡിൽ എന്തായാലും ആക്ഷൻ ഒന്നും എടുത്തിട്ടില്ല. ഈ ആഴ്ചത്തെ എലിമിനേഷനിൽ പുറത്ത് പോയില്ലെങ്കിൽ ആക്ഷൻ എടുക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്ത് ആക്ഷൻ ആണെന്നുള്ളത് നമുക്ക് അറിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് വരട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് അതേക്കുറിച്ച് സംസാരിക്കാം. പക്ഷേ ഇന്നലത്തെ എപ്പിസോഡ് ശരിക്കും ഡിസപ്പോയിൻറ്റിംഗ് ആയിരുന്നു, പറയാണ്ടിരിക്കാൻ നിവർത്തിയില്ല. നമ്മൾ വിചാരിച്ച പോലെ ഒന്നും നെവിന് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ച ഒരാൾ, ആ ആൾക്കെതിരെ സംസാരിക്കുന്നത് എന്തുകൊണ്ട് ലാലേട്ടൻ ഇങ്ങനെ മടിക്കുന്നു? ആൾക്കെതിരെ സംസാരിച്ചെന്ന് പറഞ്ഞാൽ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ ചോദിച്ച് പറഞ്ഞു വിടുന്ന പോലെ നെവിൻ്റെ ഡ്രാമയ്ക്ക് അത് ലാലേട്ടൻ വീണ പോലെ ഫീൽ ചെയ്തു. എല്ലാ വീഡിയോയിലും പറഞ്ഞൊരു കാര്യമാണ്, ഈ 3 പേര്, ആര്യനായിക്കോട്ടെ, അക്ബർ ആയിക്കോട്ടെ, നെവിൻ ആയിക്കോട്ടെ, ലാലേട്ടൻ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എന്താ അങ്ങനെ ചെയ്തേ, ആ ലാലേട്ട അത് പറ്റിപ്പോയി ലാലേട്ട, അത് മിസ്റ്റേക്ക് ആണ് ലാലേട്ട, സോറി ലാലേട്ട. ഇവിടെ ഫ്ലാറ്റ് ആവാണ് പുള്ളി. അതേസമയം ഷാനവാസിനോടോ അല്ലെങ്കിൽ അനുമോളോടോ അനീഷിനോടോ വരുമ്പോൾ ഈ ചോദ്യം വരുമ്പോൾ അവർ പറയും, ലാലേട്ട അത് ഞാൻ ചെയ്തിട്ടില്ല ലാലേട്ട, അത് എനിക്ക് അറിയില്ല ലാലേട്ട, എനിക്ക് ഓർമ്മയില്ല ലാലേട്ട എന്നൊക്കെ പറയുമ്പോഴേക്കും പുള്ളി അവിടെ ഫ്ലയർ അപ്പ് ചെയ്യുകയാണ്. ഇതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പം ഇന്നലെ സംഭവിച്ചത് തന്നെയാണ്. നെവിൻ എഴുന്നേറ്റ് നിൽക്കുന്നു, നെവിൻ്റെ പ്രശ്നം എന്താണ്? ഒന്നുമില്ല ലാലേട്ട എന്ന് പറഞ്ഞപ്പോഴേക്കും ഒന്നുമില്ലയോ, എന്താ നെവിൻ്റെ പ്രശ്നം എന്ന് ചോദിച്ചു. അത് ഇങ്ങനെ സംഭവിച്ചു, അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണെന്ന് അറിയില്ലേ? അത് കോമൺലി എല്ലാവരോടും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. പക്ഷെ ഇത് ചോദിച്ച രീതി ഭയങ്കര തണുപ്പൻ മട്ടിലായിപ്പോയി. തുറന്ന് പറയുവാണെങ്കിൽ ലാലേട്ടന് ശരിക്കും ഇപ്പോൾ ഷോ ചെയ്യാൻ താല്പര്യമില്ലാത്തത് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. എനിക്കറിയില്ല, അതൊരു പക്ഷേ കണ്ടസ്റ്റൻസിൻ്റെ മിസ്റ്റേക്ക് തന്നെ ആയിരിക്കും. കാരണം ഇവരെല്ലാ ദിവസവും ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് ഉണ്ടാക്കി വെക്കുന്നത്. ഒന്നുകിൽ കുൽസിതം, അല്ലെങ്കിൽ ഫുഡിൻ്റെ ഇഷ്യൂ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ അവിടെ സംസാരിക്കാനുള്ളൂ. വേറൊന്നും ഇല്ല, വേറെ കോണ്ടന്റ് ഇല്ല. ബിഗ് ബോസ് തന്നെ കോണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, എന്നിട്ടും ഇവർക്കത് ചെയ്യാൻ പറ്റുന്നില്ല.
അപ്പോൾ അതുകൊണ്ട് തന്നെ ലാലേട്ടന് വന്ന് കഴിഞ്ഞ സീസണിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. ക്വാളിറ്റിയുള്ള കണ്ടസ്റ്റൻസ് കഴിഞ്ഞ ഓരോ സീസണിലും അത്യാവശ്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ സീസണിൽ ക്വാളിറ്റിയുള്ള കണ്ടസ്റ്റൻസ് ഒരാൾ പോലും ഇല്ല അവിടെ. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ അനുമോളുടെ കാര്യത്തിൽ വരികയാണെങ്കിൽ അനുമോൾ ഇത് സംസാരിക്കുന്ന രീതി ഭയങ്കരമായിട്ട് കൊഞ്ചിക്കൊഴഞ്ഞ് ചിരിച്ച് പറയേണ്ട പോയിന്റ് പറയുന്നില്ല. ആകെ പറഞ്ഞത് അക്ബറാണ് ലാലേട്ട ഈ പ്രശ്നങ്ങൾക്കെല്ലാം തുടക്കം. അത് സത്യമായ കാര്യമാണ്. അത് അക്ബർ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അക്ബർ വിചാരിച്ചു നെവിനാണല്ലോ ഇതെല്ലാം ഉണ്ടാക്കിയത്, അതുകൊണ്ട് നെവിൻ്റെ മണ്ടേ കൊണ്ട് എല്ലാം വയ്ക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ അനുമോൾ അത് കോൾ ഔട്ട് ചെയ്തു. അക്ബറാണ് ലാലേട്ട ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങി വെച്ചത്. അപ്പോൾ അക്ബർ ലാലേട്ട ഇതെന്താ ഈ പറയുന്നത്, അത് എനിക്കൊട്ടും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അപ്പം കാര്യം പറഞ്ഞു കൊടുത്തു. എന്താണ് ആ പാത്രത്തിൻ്റെ വിഷയം. വെസൽ ടീം തന്നെ പാത്രം കഴുകണം. ഇതിനൊക്കെ ഞാൻ ലൈവ് കണ്ടപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്. അനീഷ് പോയി പറയുന്നുണ്ട് ഞാനത് കഴുകി തരാം. അപ്പോൾ അക്ബർ തന്നെയാണ് പറയുന്നത് അനീഷേട്ടൻ കഴുകണ്ട, അത് അനുമോൾ തന്നെ വന്ന് കഴുകണമെന്ന് പറയുന്നത്. എന്നിട്ട് അതേ അക്ബർ ഇന്നലെ പറയുന്നുണ്ട് എനിക്കിപ്പോൾ അനുമോൾ തന്നെ കഴുകണമെന്നില്ലല്ലോ ലാലേട്ടൻ, ഞാൻ ഷാനവാസിനോടും പറഞ്ഞു. അപ്പോൾ ഷാനവാസ് പറഞ്ഞു ഞാൻ കഴുകില്ല എന്ന് പറഞ്ഞു. പക്ഷേ അനീഷ് അവിടെ കഴുകാമെന്ന് പറഞ്ഞല്ലോ, ഞാൻ വേണമെങ്കിൽ കഴുകി തരാമെന്ന് പറഞ്ഞു. പക്ഷെ അക്ബർ സമ്മതിച്ചില്ല. അക്ബർ പറഞ്ഞു അനീഷ് കഴുകണ്ട, അനീഷേട്ടൻ കഴുകണ്ട, അനുമോൾ തന്നെ വന്ന് കഴുകണമെന്ന് പറഞ്ഞു. അപ്പോൾ അതവിടെ പർപ്പസ്ഫുള്ളി ഒരു ഇഷ്യൂ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ആ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തെടുത്തത്. ആ പാത്രത്തിന് അത് ഒന്നുമില്ല, വെള്ളത്തിൻ്റെ ചോട്ടി കാണിക്കുക, ഒന്ന് കലക്കിയെടുക്കുക, പരിപാടി കഴിഞ്ഞു. ഇവരാ വീട്ടിലാണ് ഇതൊന്നും ചെയ്യത്തില്ലേ? അത് വെസൽ ടീം തന്നെ വന്ന് ചെയ്യണം, എങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോൾ ഇവർക്ക് അതിനുള്ള റൈറ്റ് ഉണ്ടാവണമെങ്കിൽ ഇവർ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരായിരിക്കണം. തലേദിവസം അവർക്ക് ഭക്ഷണം പോലും കൊടുത്തിട്ടില്ല, എന്നിട്ട് ഇവർ വന്നത് കഴിക്കുകയും ചെയ്തു. ഇപ്പം നമ്മൾ ചെയ്യുന്നതെല്ലാം ഹഹ, മറ്റവർ ചെയ്താൽ ഹൊഹോ. ഈ ഒരു നയമാണ് അക്ബർ ആൻഡ് ടീം അവിടെ എടുത്തത് കഴിഞ്ഞ വീക്കിൽ. അപ്പോൾ അത് അനീഷും ആദിലയും എടുത്ത് സംസാരിച്ചത് കൊണ്ട് മാത്രമാണ് ലാലേട്ടന് അവർക്കെതിരെ ഒന്നും സംസാരിക്കാൻ പറ്റില്ല. എനിക്ക് ഇന്നലെ സന്തോഷം തോന്നുന്ന കാര്യം, ആദ്യമായിട്ട് ലാലേട്ടൻ അക്ബറിന് അഗെയിൻസ്റ്റ് സംസാരിച്ചു. വേറൊന്നുമല്ല, അനുമോൾ സംസാരിച്ചുകൊണ്ട് നിന്ന സമയത്ത് അക്ബർ ഇടയ്ക്ക് കയറി സംസാരിച്ചപ്പോൾ ലാലേട്ടൻ പറഞ്ഞു അനുമോൾ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. ഒരു പക്ഷേ അതിന് കാരണം ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ആസ്ക് ടു ലാലേട്ടൻ എന്നോ അങ്ങനെ എന്തോ പറഞ്ഞൊരു കോൺടെസ്റ്റ് നടത്തുന്നുണ്ടല്ലോ. ആ കോൺടെസ്റ്റിനകത്ത് വിൻ ചെയ്ത വ്യക്തി ചോദിച്ചൊരു ചോദ്യമുണ്ട്, ബിഗ് ബോസ് ഫേവറിസം കാണിക്കുന്നതെന്ന് പല കണ്ടസ്റ്റൻസും അതിനകത്ത് പറയുന്നുണ്ടല്ലോ, അതിനകത്ത് എന്താണ് സത്യമുള്ളത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിന് മറുപടിയായിട്ട് പറഞ്ഞത് ബിഗ് ബോസിന് ആരോടും ഫേവറിസം ഇല്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ബിഗ് ബോസ് പലപ്പോഴും ഫേവറിസം കാണിച്ചിട്ടുണ്ട്. ടാസ്കുകൾക്കിടയിൽ, ഈ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കുകൾക്കിടയിൽ പലപ്പോഴും ആരിനോട് ബിഗ് ബോസ് ഫേവറിസം കാണിച്ചിട്ടുണ്ട്. എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പലപ്പോഴും. ഒന്നെന്ന് പറയുന്നത് വെള്ളം, അനീഷ കൊണ്ട് വെള്ളം കൊടുക്കുമ്പോൾ ആര്യന് വെള്ളം കൊടുത്ത് ആര്യന് വെള്ളം കുടിക്കുന്നവരെ മിണ്ടാതിരുന്ന ബിഗ് ബോസ് തൊട്ട് അടുത്ത ആൾക്ക്, എനിക്കൊന്ന് അനുമോൾക്കോ നൂറയ്ക്കോ ആർക്കോ ഒരാൾക്കാണ് വെള്ളം കൊടുക്കാൻ വേണ്ടി വന്നപ്പം അനീഷ് മാറിപ്പോവും, വെള്ളം കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്തേ ആര്യന് വെള്ളം കൊടുത്ത ബിഗ് ബോസ് ഇത് കണ്ടില്ലേ? രണ്ടാമത്തെ കേസ്, ബാക്കിൽ കൈ പിടിച്ചിട്ട് നിൽക്കുന്ന ഒരു ടാസ്ക് ഉണ്ടായിരുന്നല്ലോ. ആ ടാസ്കിൽ അനുമോൾ മൈക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി വരുന്നു മഴ പെയ്ത സമയത്ത്. അപ്പോൾ അനുമോൾ അടുത്തെത്തുന്നതിന് മുൻപ് തന്നെ ആര്യൻ കൈ താഴേക്ക് വെച്ചു, എന്നിട്ട് പെട്ടെന്ന് പിടിച്ചു. അനുമോൾ അടുത്തെത്തിയപ്പോൾ വീണ്ടും കൈ താഴ്ത്തി കൊടുത്തു, ബാഗ് റിമൂവ് ചെയ്തു. എന്തേ അത് ബിഗ് ബോസ് കണ്ടില്ലേ? ആ ടാസ്കിൽ വിൻ ചെയ്തത് ആര്യനാണ്. ശരിക്കും വിൻ ചെയ്യേണ്ടത് സാബുമാനായിരുന്നു. അത് വളരെ അൺഫെയർ ആയിട്ടുള്ളൊരു റിസൾട്ടായിരുന്നു ആര്യൻ വിൻ ചെയ്തെന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ പല കാര്യങ്ങളും പിന്നെയുണ്ട്. പൊടി താഴേക്ക് വീഴുന്ന ടാസ്ക്, കൈ വെച്ച് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് പൊടി താഴേക്ക് വീഴാൻ പാടില്ല എന്നുള്ള ടാസ്ക്, മേളിൽ വീഴുന്ന ബോളുകളും ആ പൊടിയും ഒക്കെ ആര്യൻ താഴേക്ക് തള്ളി വിടുന്നുണ്ടായിരുന്നു. ആ ടാസ്കിൽ വിജയിച്ചതും ആര്യനാണ്. ആര്യനോട് വെയിറ്റ് ആര്യൻ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. മേളിൽ വീഴുന്ന ബോൾ ഓരോന്നായിട്ട് ആര്യൻ മെല്ലെ ആ ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് താഴേക്ക് വിടുന്നുണ്ടായിരുന്നു. നൂറ വന്ന സാധനം അതുപോലെ പിടിച്ചു വെച്ചിട്ടാണ് കുട്ടി നിന്നത്. അപ്പോൾ അതിലും ജയിച്ചത് ആര്യനാണ്. അത് ഫെയർ ആയിട്ടുള്ള റിസൾട്ട് അല്ല. അപ്പം ഇങ്ങനെ പല കാര്യങ്ങളിലും ആര്യനോട് ഫേവറിസം കാണിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പേഴ്സണലി. മറ്റുള്ളവരോട് ഈ പറയുന്ന ഒരു കൺസിഡറേഷൻ കൊടുക്കാത്ത പോലെയും തോന്നിയിട്ടുണ്ട്. അപ്പോൾ ബിഗ് ബോസ് ഫേവറിസം കാണിക്കുന്നില്ല എന്ന് പൂർണ്ണമായിട്ട് അങ്ങോട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് എനിക്ക് ഫീൽ. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു ബിഗ് ബോസ് ആരുടെ ഫേവറിസം കാണിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് വെച്ചത്. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം അക്ബറിനോട് അത്രയും ഒരു കാര്യമെങ്കിലും ലാലേട്ടൻ സംസാരിച്ചത്. അക്ബറെ അവർ സംസാരിക്കട്ടെ, അവർ സംസാരിച്ചതിന് ശേഷം സംസാരിക്കാമെന്ന് പറഞ്ഞത്. ആ ഒരു വിഷയത്തിൽ മാത്രം അനുമോള് സംസാരിച്ചു. അതായത് അക്ബർ കാരണമാണ് ഉണ്ടായത്. അക്ബർ ആ പാത്രം ഒന്ന് കഴുകിയെടുത്തത്. ഞാനും കിച്ചൺ ടീമിൽ നിന്ന സമയത്ത്, ഞാൻ വെസൽ ടീമിൽ അല്ലാതെങ്കിൽ പോലും ഞാൻ ആ പാത്രം എടുത്ത് വെച്ച് കഴുകാറുണ്ട്. സാധാരണ നമ്മൾ വീടുകളിലും ചെയ്യുന്ന അങ്ങനെയല്ലേ, രാത്രി കഴുകി വെക്കുന്ന പാത്രം വെള്ളത്തിലൊന്ന് കാണിച്ച് ലാഞ്ചി എടുക്കാറുണ്ട്. എന്തിനു വേണ്ടിയാണ്? തലേ ദിവസം അതിനകത്ത് വല്ല പാറ്റയോ പല്ലിയോ കയറിപ്പോയാൽ അതിൻ്റെ ഒരു ഇത് മാറ്റാൻ വേണ്ടി നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇവർക്കത് വെസൽ ടീം തന്നെ വന്ന് കഴുകി കൊടുക്കണം എന്ന് പറയുമ്പോൾ അതൊരു പ്രശ്നം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. ആ ഒരു ഇഷ്യൂ ആണ് ഷാനവാസിൻ്റെ ഹോസ്പിറ്റൽ കേസ് വരെ എത്തിച്ചത്. അത് വിളിച്ച് പറഞ്ഞപ്പോൾ അക്ബറിന് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അക്ബർ വിചാരിച്ചു അക്ബർ നല്ല പിള്ളയായിട്ടിരിക്കാം, ബാക്കിയെല്ലാം നെവിൻ്റെ തലയെ കൊണ്ട് വെക്കാം എന്ന് വിചാരിച്ചു. ശരിക്കും നെവിനാണ് ക്യാപ്റ്റൻ ടീം ഇത്രയും അധപ്പതിക്കാൻ കാരണം. പക്ഷേ മറ്റ് രണ്ടുപേരും ഒരുമിച്ച് നിന്ന് നെവിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഇത്രയും വഷളാവില്ലായിരുന്നു. എന്നാൽ അവരും കൂടി എന്ത് ചെയ്തു? നെവിൻ്റെ കൂടെ കൂടി. പിന്നെ ആര്യൻ്റെ ഒരു ഡബിൾ സ്റ്റാൻഡ്. അനുമോളുടെ ബെഡിൽ വെള്ളം ഒഴിച്ച സമയത്ത്
മാറി എന്ന് കൈയടിച്ച ആര്യനും അക്ബറും ഇന്നലെ വന്ന് സംസാരിച്ചത് കേട്ടായിരുന്നോ? ആര്യൻ എന്താ പറഞ്ഞത്? ലാലേട്ട അത് കഴിഞ്ഞിട്ട് ഞാൻ നെവിനോട് പറഞ്ഞു, ലാലേട്ട അത് തെറ്റായി പോയി എന്ന് പറഞ്ഞു. ഇവൻ എന്ത് മാങ്ങയാണ് അവിടെ പറയുന്നത്? അതായത് ഈ സംഭവം നടക്കുന്ന സമയത്ത് അവിടെ മാറി എന്ന് കൈയടിച്ചവൻ പറയുവാണ്, ലാലേട്ടൻ മുമ്പ് വന്നപ്പോൾ നല്ല പള്ളിയായി. ഹ്യൂമാനിറ്റി ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ആര്യനാണ്, പക്ഷെ ഏറ്റവും കൂടുതൽ ഹ്യൂമാനിറ്റി ഇല്ലാത്തവനും അവൻ തന്നെയാണ്. അതുപോലെ ഷാനവാസിനെ കൺഫെഷൻ റൂമിൽ കൊണ്ടുവന്ന കാര്യത്തിൽ ഷാനവാസ് വീണപ്പോൾ അത് ഡ്രാമയാണെന്ന് തോന്നിപ്പോയി. പിന്നെ അത് റിയലൈസ് ചെയ്തപ്പോഴേക്കും പോയി പിടിക്കാൻ പോയി. പക്ക ഡ്രാമയാണ് ഇവന്മാർ കാണിക്കുന്നത്, ഇന്നലെ അവിടെ കാണിച്ചത്. എന്തൊരു അഭിനയമാണ്! ഈ അഭിനയത്തിന് ഓസ്കാർ ഉണ്ടെങ്കിൽ ഇവർക്ക് 3 പേർക്കാണ് കൊടുക്കേണ്ടത്. നെവിന്റെ അഭിനയം ഒന്നും ഒരു രക്ഷയില്ല, ഭാവങ്ങളെ വാരി അറിയാണ്. ആര്യനും അതുപോലെ തന്നെയാണ്. അക്ബറിന് പിന്നെ ഇന്നലെ അധികം സംസാരിക്കാനുള്ള സ്പേസ് കിട്ടില്ല, കാരണം അതിൽ അടിച്ചു കൊടുത്തിട്ടുണ്ട് മറുപടി. സാബുമാൻ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വീണ്ടും ഞാൻ പറയണം, എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, സാബുമാൻ ശരിക്കും അവിടെ എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. ഈ അനുമോളുടെ ബെഡിൽ വെള്ളം ഒഴിച്ച സമയത്ത് അവിടെ മലർന്ന് കിടക്കരുത് സാബുമാൻ. ഇവൻ എഴുന്നേറ്റ് വന്ന് വിലക്കാമായിരുന്നു നെവിനെ ചെയ്യാൻ പാടില്ല. ഇവനൊരു ആണ് തന്നെയല്ലേ, നെവിനെ ചെയ്യാൻ പാടില്ല, തെറ്റാണ് എന്ന് പറഞ്ഞ് വിലക്കാമായിരുന്നു. ഇന്നലെ അവൻ വന്നിട്ട് അവിടെ എന്താ സംസാരിച്ചത്? ലാലേട്ടാ അത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞു ലാലേട്ടാ, നെവിന്റെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞു ലാലേട്ടാ. എപ്പോഴാ പറഞ്ഞത്? ചെയ്യുന്നതിന് മുൻപ് അത് വിലക്കാതെ ചെയ്തതിന് ശേഷം അത് തെറ്റാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? എന്നിട്ട് ലാലേട്ടൻ ശരിക്കും അവനോട് അഭിപ്രായം പോലും ചോദിക്കാൻ പാടില്ല. ഇവനവിടെ കിടക്കാണ്, ഇവനവിടെ കിടന്നത് കണ്ടുകൊണ്ട് കിടക്കാണ്, എന്നിട്ട് പ്രതികരിച്ചിട്ടില്ല. പിന്നെ ലാലേട്ടന് മുമ്പിൽ വന്നിട്ട് ഷോ കാണിക്കേണ്ട കാര്യം എന്താണ്? എനിക്ക് മനസ്സിലാവുന്നില്ല ഇവൻ എന്തിനാണ് നിൽക്കുന്നതെന്ന്. അത് ഒരു പക്ഷേ ഈ നെവിന്റെ ഹേറ്റേഴ്സ് മുഴുവൻ സാബുമാനെ വോട്ട് ചെയ്തുകൊണ്ടായിരിക്കാം ഇവനവിടെ നിൽക്കുന്നത്. അതല്ലെങ്കിൽ ഒരു കാരണവശാലും ഇപ്രാവശ്യം എനിക്കറിയില്ല, ഇപ്രാവശ്യം ഭയങ്കര ബോറായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ കണ്ടു തുടങ്ങിയത് കൊണ്ട് ഇങ്ങനെ കണ്ടു പോകുന്നത് മാത്രം ഭയങ്കര ബോറായിട്ട് തോന്നുന്നുണ്ട്. കണ്ടസ്റ്റൻസ് ഒന്നും എപ്പോഴും പറയുന്ന കാര്യമാണ്, പറഞ്ഞ് മടുത്ത്. കണ്ടസ്റ്റൻസ് ഒന്നും യാതൊരു നിലവാരവുമില്ല ഒരാളും. അതിനകത്ത് പിന്നെയും പറയാൻ പറ്റുന്നത് തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അനീഷിനെ പറയാം, അത്രേ ഉള്ളൂ. അനീഷും ഇടയ്ക്കിടയ്ക്ക് കള്ളങ്ങൾ പറയുന്നുണ്ട്, പക്ഷേ അയാളുടെ ഒരു നേച്ചർ തന്നെ നിൽക്കുന്നുണ്ട്, അല്ലാണ്ട് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. പിന്നെ ഇപ്പം ഒരു കോംബോ പിടിക്കാനൊക്കെ നോക്കുന്നുണ്ട് അനുമോളുമായിട്ട്. അത് ഇന്നലെ ലാലേട്ടൻ തന്നെ പൊളിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ തല മസാജ് ചെയ്ത കാര്യങ്ങളും, അതുപോലെ തല മസാജ് ചെയ്തതല്ല ലാലേട്ടൻ, അത് ഞങ്ങൾ നരച്ച മുടിയെടുത്ത് കൊടുത്തതാണെന്നൊക്കെ പറഞ്ഞ് അനുമോൾ പറയുന്നുണ്ട്. ഇനി അത് അനീഷിന് ദോഷം ചെയ്യാൻ സാധ്യതയുള്ളൂ. കാരണം അനുമോളുമായിട്ട് ഇനി ഒരു കോംബോ പിടിച്ചു കഴിഞ്ഞാൽ, ലവ് ട്രാക്ക് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, ഇനി ഒരു കോംബോ പിടിച്ചാൽ ഒരു പക്ഷേ അത് അനീഷിന്റെ ഓഡിയൻസിന്റെ സപ്പോർട്ടിനെ ബാധിക്കും. കാരണം എത്രയും നാളും ഒറ്റയാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അനീഷ് ശരിക്കും ഒരു കൂട്ടത്തിൽ ചേർന്ന് തുടങ്ങിയെന്നൊരു സംശയമുണ്ട്. അപ്പം അത് പലപ്പോഴും മറ്റുള്ള പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ അനീഷിന്റെ ഫാൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് അങ്ങോട്ട് ദഹിക്കുന്നുണ്ടാവില്ല. സോ ഇതൊക്കെയാണ് മെയിനായിട്ട് ഇന്നലത്തെ എപ്പിസോഡ്. എനിക്ക് ശരിക്കും ഡിസപ്പോയിന്റിങ് എപ്പിസോഡായിരുന്നു. വലിയ സംഭവങ്ങളായിട്ടൊന്നും തോന്നിയില്ല, വിചാരിച്ച പോലെ ഒന്നും വന്നിട്ടില്ല. ഇന്നത്തെ എപ്പിസോഡ് ഇന്ന് പ്രത്യേകിച്ച് എന്താ ചോദിക്കാനുള്ളതാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്. ഒന്നും ചോദിക്കാനായിട്ടുള്ളതായിട്ട് തോന്നുന്നില്ല. ആകെ ഉള്ളത് 100 ആ ഫ്രിഡ്ജ് തല്ലിപ്പൊളിച്ച കാര്യവും, പിന്നെ വേറെന്താ ഉള്ളത്? വേറെ പ്രത്യേകിച്ച് ഒന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. പിന്നെ ക്യാപ്റ്റൻസിയുടെ എന്തെങ്കിലും ടാസ്ക് ഉണ്ടെങ്കിലേ ഉള്ളൂ. അല്ല പ്രത്യേകിച്ച് ഇന്ന് ചോദിക്കാനും പറയാനും ഒന്നും ഉള്ളതായിട്ട് എനിക്കറിയില്ല. പിന്നെ എവിക്ഷൻ ഉണ്ടാവും. സോ ഇതൊക്കെയാണ് ഇന്നലത്തെ എപ്പിസോഡിൽ എനിക്ക് ഫീൽ ചെയ്ത കുറേ കാര്യങ്ങൾ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.